ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ബീഡ് വർക്ക് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മളിന്ന് ബീഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ബീഡ് എടുക്കുക. ബീഡ് സിൽവർ കളറിലുള്ള ബീഡാണ് എടുക്കുന്നത്. കുറച്ചുകൂടി ചെറിയ ബീഡായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു സൈസ് ബീഡേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സിൽവർ കളർ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സിൽവർ കളർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബീഡ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. ബീഡ് ഇട്ട് കോർത്തതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെയിൻ ഇടല്ല, ആദ്യം ബീഡ് കോർക്കുക കേട്ടോ. ബീഡ് കോർത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ചെയിൻ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ത്രെഡിൻ്റെ തൊട്ടടുത്തേക്ക് കൊടുക്കരുത് കേട്ടോ. ഇനി ചെയ്യുമ്പോൾ ആ ഒരു ബീഡിനെ തൊട്ടടുത്തേക്ക് കൊടുക്കാതെ കണ്ടോ, ത്രെഡ് മാത്രമായിട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ത്രെഡിൻ്റെ അറ്റത്ത് വെച്ചിട്ടാണ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടിൻ്റെ വശങ്ങൾക്ക് വ്യത്യാസം വരും. ഒന്ന് മീതെയും ഒന്ന് താഴെയായിട്ടായിരിക്കും വരിക. അപ്പോൾ അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. ബീഡ് ഇട്ട് കൊടുക്കുക. ബീഡ് ഇട്ടതിന് ശേഷം കണ്ടോ, കുറച്ച് താഴേക്കായിട്ട് ആ ഒരു ബീഡിനെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ആ ഒരു ത്രെഡിൻ്റെ താഴേക്കായിട്ട് ആ ഒരു ബീഡിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, മീതേക്കാണ് എന്ത് വന്നത്, ആ ബീഡ് വന്നത്. ഇനി അടുത്തതൊന്നും കൂടെ ശ്രദ്ധിക്കുക. ആദ്യം ബീഡ് ഇട്ട് കൊടുക്കുക. ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ അധികം താഴേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോഴേ നമുക്ക് താഴെ ഭാഗത്തേക്ക് ആ ബീഡ് കിടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത്രയും വലിയ ബീഡായതുകൊണ്ടാണ് ചെറിയൊരു അഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ വലിയ ബീഡാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ചിന് ഒന്ന് ലെങ്ത്ത് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ലെങ്ത്തിൽ കിടക്കും. ഇത് ഭയങ്കര ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. അത് ആ ഒരു ബീഡിൻ്റെ എൻ്റെ ഈ ഒരു സൈസിലാണ് എൻ്റെ കയ്യിലുള്ള ബീഡുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബീഡ് വർക്ക് ചെയ്യുക. ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ബീഡ് കോർക്കുക. ബീഡ് കോർത്തതിന് ശേഷം വേണം ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് മേൽഭാഗത്തേക്ക് വരണമെങ്കിൽ ത്രെഡിൻ്റെ ഏറ്റവും എൻഡിൽ ബീഡിനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ബീഡിനെ ഇട്ട് കൊടുക്കാം. താഴെ ഭാഗത്തേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ബീഡ് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ എൻഡിലേക്ക് ഇട്ട് കൊടുക്കരുത്. മനസ്സിലായോ? എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴാണ് ആ ഒരു താഴേക്ക് ആ ഒരു ബീഡ് കിടക്കുള്ളേ. അപ്പോൾ ഈ ഒരു ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തരുന്ന സ്റ്റിച്ചുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെയിനിൻ്റെ ലെങ്ത്ത് കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിൽ. ഇനി താഴേക്ക് ഇറക്കി കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.